അമ്മ മേരിക്കുട്ടിയെ മുഖത്തിടിച്ചും കയ്യിൽ പിടിച്ച് കറക്കി ഭിത്തിയിലേക്ക് എറിഞ്ഞും കൊലപ്പെടുത്തി. ഏപ്രിൽ 4-ാം തീയതി രാത്രിയാണ് കൊലപാതകം നടന്നത്. മൃതദേഹങ്ങൾ 2 ദിവസം വീടിന് പുറത്ത് ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞുവെച്ചു. 3-ാം ദിവസം അർദ്ധരാത്രിക്ക് ശേഷം കുഴിച്ചിട്ടു. വിശദാംശങ്ങളുമായി ജോയ്മോൻ ചേരുന്നുണ്ട്. ജോയ്മോൻ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറെ ക്രൂരമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് പ്രതി. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. ഇന്നും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രതിയുടെ മൊഴിയുടെ വിവരങ്ങളാണ്. അതായത് ക്രൂരമായ അതിനിഷ്ഠൂരമായ രീതിയിലാണ് പ്രതി രണ്ടുപേരെയും, അതായത് സ്വന്തം അമ്മയും അതുപോലെ തന്നെ സഹോദരനെയും കൊലപ്പെടുത്തിയതെന്ന മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഒരു പോലീസുകാർക്ക് വേണ്ട നിഗമനം, അതായത് എന്നായിരുന്നു ഈ ക്രൂരകൃത്യം അല്ലെങ്കിൽ ഈ കൊലപാതകം നടന്നു എന്നതാണ്. അതായത് മൃതദേഹം ലഭിക്കുമ്പോൾ മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ജീർണിച്ച അവസ്ഥയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ഈ മൃതദേഹം ആരുടേതാണെന്നുള്ള സ്ഥിരീകരണം നടത്താൻ സാധിച്ചില്ല. പക്ഷേ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ മേരിക്കുട്ടിയുടെയും അതുപോലെ റജിയുടെയും മൃതദേഹമാണെന്ന് ഇതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഈ കൊലപാതകം എങ്ങനെയാണ് പ്രതി നടത്തിയതെന്നുള്ള വിശദമായ പ്രതിയുടെ മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് വീട്ടിലെ വീട്ടിലെ കിടപ്പ് മുറിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം പ്രതി നടത്തിയത്. ഏപ്രിൽ 4-ാം തീയതി ആയിരുന്നു സംഭവം. അന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ സജിയും റജിയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടാവുകയും ആ പ്രശ്നമാണ് പിന്നീട് കൊലപാതകത്തിലേക്കും നയിച്ചത്. പിന്നാലെ റജിയും അതുപോലെ തന്നെ അമ്മയും ഉറങ്ങാനായി കിടക്കുകയും അതിനിടെയാണ് സജി മുറിയിലേക്ക് എത്തുകയും പിന്നാലെ ആദ്യം ഈ സഹോദരനായ റജിയെ ക്രൂരമായി മർദ്ദിക്കുകയും പിന്നാലെ ഇയാളെ കഴുത്തിൽ തോർത്തിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയുമായിരുന്നു. അമ്മയെയും അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ക്രൂരമായ രീതിയിലൊക്കെയാണ് പ്രതി കൊന്നത് എന്ന് പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പോലീസിനോട്. അതായത് അമ്മയും അതിക്രൂരമായി മർദ്ദിക്കുകയും മുഖത്തുൾപ്പെടെ ക്രൂരമായി മർദ്ദിക്കുകയും പിന്നാലെ എടുത്ത് ഭിത്തിയിലടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ ക്രൂരമായ രീതിയിലാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും പോലീസിന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രതിയുമായി കൊണ്ടുപോയി, അതായത് ഇന്നലെ ഏറെ വൈകിയോടുകൂടി കൃത്യത്തിന് ശേഷം കൃത്യം നടത്തിയത് എങ്ങനെയാണെന്ന് പ്രതി പോലീസിനോട് പറയുകയുണ്ടായി. അതായത് ഈ നെടുങ്കണ്ടം പച്ചടിയിലെ വീട്ടിലെത്തി പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതായത് ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലത്തും അതുപോലെ തന്നെ ഈ കൊലപാതകം നടന്ന വീടിനകത്തും ഒക്കെ വെച്ച് പോലീസ് പ്രതിയുമായി വിശദമായ തെളിവെടുപ്പ് നടത്തിയിരുന്നു. അപ്പോൾ ഈ കൊലപാതകം ഏപ്രിൽ 4-ാം തീയതിയാണ് നടക്കുന്നത്. ഏപ്രിൽ 4-ാം തീയതിക്ക് ശേഷം 2 ദിവസത്തോളം മൃതദേഹം വീടിന് പുറത്ത് ഗ്രീനെറ്റിൽ പൊതിഞ്ഞു വെച്ചു. അതിനുശേഷം 3-ാം ദിവസം അർദ്ധരാത്രിയോട് കൂടിയാണ് പ്രതി ഇത്തരത്തിൽ ഈ വീടിനോട് ചേർന്ന് ഒരു 10 മീറ്റർ മാറി ഇത്തരത്തിൽ കുഴിയെടുക്കുകയും അതുപോലെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ മറവ് ചെയ്ത മൃതദേഹം കാണാതിരിക്കാൻ വേണ്ടി മൃതദേഹത്തിന് കുഴിയെടുത്ത് അത് മൂടിയ ശേഷം അതിന് മുകളിൽ ഈ പ്രതി ഏലം ചെടികളും വെച്ചു പിടിപ്പിച്ചതായിട്ട് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ മൃതദേഹം കുഴിച്ചിട്ടത് മറ്റാരും അറിയാണ്ടിരിക്കണം. അതായത് ഏലം വളർന്നു കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ സംശയം അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ മൃതദേഹം കുഴിച്ചിട്ടതിലേക്ക് ഒരു അന്വേഷണം വരില്ല എന്നൊരു പ്രതിയുടെ കണക്കൂട്ടലായിരുന്നു ഇതെല്ലാം. എന്തായാലും പോലീസ് നടത്തിയ ചോദ്യം ചെയ്യൽ ഈ ക്രൂര കൊലപാതകത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ആദ്യം ഈ ഒരു കാണാനില്ല അല്ലെങ്കിൽ മാൻ മിസ്സിംഗ് കേസായിട്ട് മാത്രമുണ്ടായിരുന്ന ഈ കേസാണ് പിന്നീട് ഇരട്ടക്കൊലപാതകമാണ് സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. പോലീസ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ ആരംഭിച്ച പരിശോധനയിലാണ് ഈ കൊലപാതക വിവരം പുറലോകം അറിയുന്നതും. അതിൽ തന്നെയായാലും പ്രതി സജിയാണെന്നിലേക്ക് പോലീസ് ആദ്യഘട്ടങ്ങളിൽ തന്നെ എത്തിയിരുന്നു. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകളും അതുപോലെ തന്നെ മൃതദേഹം ആരുടേതാണെന്ന് ഉൾപ്പെടെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്ഥിരീകരണം വന്നു. അതിന് പിന്നാലെ തന്നെ അധികം വൈകാണ്ട് തന്നെ പ്രതി ഇന്നലെ 12 മണിയോടുകൂടി പിടിയിലാവുകയും ചെയ്തിരുന്നു. അതായത് പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന നടത്തിയ ഭാഗത്തിനോട് ചേർന്ന മലയിടുക്കിൽ നിന്ന് ഈ പ്രതിയെ സജി ഇറങ്ങി വരികയും പിന്നാലെ പോലീസ് ഇയാളെ പിടികൂടുകയുമായിരുന്നു. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ പ്രതിയെ നടത്തി വരികയാണ്. അതായത് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ എത്തി പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഇന്നും ഈ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ ആവശ്യം വന്നാൽ മറ്റ് തെളിവെടുപ്പുകൾ എടുക്കുന്ന നടപടിക്രമങ്ങൾ ഇന്നും തുടരും. എന്തായാലും ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ജോയ്മോനാണ് വിവരങ്ങൾ നൽകിയത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നെടുങ്കണ്ടത്തെ ആ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ.